ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും മികച്ച ഓഫറുകൾ. ഓൺലി അറ്റ് റിഗാലിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും ഗുരുവായൂർ അമൃത കുടിവെള്ള പദ്ധതി അതിന് വലിയ പ്രചോദനമാണെന്നും മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. ഗുരുവായൂർ നഗരസഭയുടെ അമൃത ശുദ്ധജല വിതരണ പദ്ധതി നാടിന് സമർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇത്തരം പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അമൃത് പദ്ധതി എന്ന് പറഞ്ഞാൽ മുഴുവൻ കേന്ദ്ര ഫണ്ടാണോ? അല്ല, 50% കേന്ദ്ര ഫണ്ട്, 50% സംസ്ഥാനത്തിൻ്റെത്. ആ 50%-ൽ 30% സംസ്ഥാന സർക്കാർ, 20% മുനിസിപ്പാലിറ്റി. മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കാൻ ഈ 20% കിട്ടുന്നത് എങ്ങനെ? സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന വികസന ഫണ്ട്. വികസന ഫണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. ഈ വർഷം കൊടുത്തത് 28.09%. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വികസന ഫണ്ട് പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും കൊടുക്കുന്നത് കേരളത്തിലാണ്. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ടാണ് നഗരസഭകൾക്കും പഞ്ചായത്തുകൾക്കും വികസനം നടത്താൻ കഴിയുന്നത്. ഇവിടെ 20% മുനിസിപ്പാലിറ്റിയും 30% സംസ്ഥാന ഗവൺമെന്റ്, രണ്ടും കൂടി ചേരുമ്പോൾ 50%, ബാക്കി 50% കേന്ദ്രം. കോട്ടപ്പടി ട്രീറ്റ്മെന്റ് പ്ലാന്റിന് സമീപം നടന്ന ചടങ്ങിൽ NK അക്ബർ MLA അധ്യക്ഷനായി. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈലജ സുധൻ, വാർഡ് കൌൺസിലർമാരായ PT ദിനിൽ, ശാന്തകുമാരി ടീച്ചർ, നഗരസഭാ സെക്രട്ടറി H അഭിലാഷ്, ജനപ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വാട്ടർ അതോറിറ്റി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ PA സുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭയുടെ ജലദൗർലഭ്യം പരിഹരിച്ച് തദ്ദേശവാസികൾക്കും തീർത്ഥാടകർക്കും ആവശ്യമായ ശുദ്ധജലം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ചിട്ടുള്ളത്. 150.88 കോടി രൂപയാണ് പദ്ധതിക്ക് വിനിയോഗിച്ചത്. അന്താരാഷ്ട്ര നിലവാരമാർന്ന 100% സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ്, ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ്, പ്ലാറ്റിനം പോലെ സിൽവർ, ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്, ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി.